നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കുമ്പളത്താമണെന്ന എൻ്റെ ഗ്രാമത്തിലെ നിയമപരമായി നിലകൊള്ളുന്ന ഒരു സർക്കാർ വക ഭൂമിയിലാണ്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഈ സ്ഥലം എന്താ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നതെന്ന്. ഒരു സ്വകാര്യ വ്യക്തി ഈ സ്ഥലം തൻ്റേതാണെന്ന് ഈ നാട്ടിലുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ഈ സ്ഥലത്തെ ആദായം മുഴുവൻ സ്വന്തമാക്കുകയും എന്തിന് ഇവിടെ ഇപ്പോഴുള്ള മരങ്ങളെല്ലാം വെട്ടിവിറ്റ് പണം കൈപ്പറ്റുകയും ചെയ്ത എന്ന സത്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളും സർക്കാരും ഒരുപോലെ പറ്റിക്കപ്പെട്ട ഒരു വലിയ സ്കാമാണ് ഈ വീഡിയോയിലൂടെ പുറത്തു വരാൻ പോകുന്നത്. നിയമപരമായി ശേഖരിച്ച തെളിവുകളെല്ലാം സാക്ഷി നിർത്തി ഈ നാട്ടിലെ ജനങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് ഒന്ന് കേട്ടു നോക്കൂ. ഞാൻ വടശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡ് മെമ്പറാണ്. പേര് അജേഷ് പണപ്പാട്ട്. വളരെ കുറച്ചു കാലമായിട്ട് ഈ വസ്തു എന്ന് പറയുന്നത് ഇത് കേസിലെല്ലാം കിടന്ന വസ്തുവാണ്. പക്ഷെ ഒരു ഉത്തരവാദിത്വം വന്നിട്ട് അതിൻ്റെ ഒരു ഓണറാണെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ഇവിടെ വസ്തു കൈയേറുകയും ഈ വസ്തുവിൽ നിന്ന് എല്ലാ തടികളും പുറമ്പോക്ക് ചെയ്യുന്നത്, അതായത് ആറ്റുപുറമ്പോക്ക് ചെയ്യുന്ന തടികൾ വരെ മുറിച്ചിട്ട് പോയി. അതിൻ്റെ നമ്മുടെ വീഡിയോ ഉൾപ്പെടെയുള്ള തെളിവുകളുണ്ട്. പല ഉദ്യോഗസ്ഥരുടെ അടുത്ത് നമ്മൾ പരാതിപ്പെട്ടിട്ടും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ പേര് ജോയി കണ്ണാട്ടുണ്ട്. എനിക്ക് പ്രായമുള്ള ഒരു മനുഷ്യനാണ്. ഈ റബ്ബറെ തോട്ടം മുറിച്ചു വിറ്റപ്പോൾ പടിഞ്ഞാറ് വശത്തുള്ള താമരപ്പള്ളി എസ്റ്റേറ്റ് തന്നെ ബാക്കിയുള്ള സർക്കാർ ഭൂമിയിലെ റബ്ബർ ചില്ലും ചിരട്ടയും വെച്ച് ചെയ്യുന്നതിൻ്റെ പേരിൽ വടശ്ശേരിക്ക വില്ലേജിൽ നിന്ന് വന്ന് ചില്ലും ചിരട്ടയും പെറുക്കി കൊണ്ടുപോയി പിഴയും അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ PK മാത്യു മകനും. കാരണം ഇത് പഞ്ചായത്തിന് കിട്ടേണ്ട ഒരു വസ്തുവാണ്. കാരണം ഇവിടെ നമ്മുടെ കുമ്പളത്താമണ്ണെ സംബന്ധിച്ചോളം മലയോര പ്രദേശമാണ്. ഈ സർക്കാരിൻ്റെ ഭൂമി സ്വകാര്യ വ്യക്തിയുടെ കയ്യിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. ഈ കാണുന്ന സ്ഥലം 93 സെൻറ്റാണ് ആറ്റുപുറമ്പോക്ക് കൂടാതെ. ഇതിൻ്റെ അകത്ത് വർഷങ്ങളായി വെട്ടായ കിടന്ന് ഊറ്റൻ റബ്ബർമരമായിരുന്നു. അതൊരു 5 വർഷത്തെ ആദായം എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് 5 ലക്ഷത്തിൽ അധികമുണ്ട്. അതുകൂടാതെ ഈ റബ്ബർ മരം മുറിച്ച് വിട്ട് കോടതിയിൽ നിന്ന് പേപ്പർ കിട്ടിയെന്ന് പറഞ്ഞ് നാട്ടുകാരെയും എല്ലാം കബളിപ്പിച്ചുകൊണ്ട് 5 വർഷം വെട്ടി. അത് കഴിഞ്ഞ് അനധികൃതമായിട്ട് ഒരു അറവുശാല വന്നു തന്നെ നാട്ടുകാർ സംഘടിച്ചു തന്നെ വിവരാവകാശ പ്രകാരം പല പേപ്പറുകളും റെക്കോർഡുകളും എടുക്കേണ്ടി വന്നപ്പോഴാണ് ഇത് സർക്കാർ വകയായിട്ട് തിരിച്ചിട്ടിരിക്കുന്ന ഭൂമിയെന്നും വ്യക്തമായ റെക്കോർഡ് ഉണ്ട്. അത് വെച്ച് അധികാര സ്ഥാനങ്ങളിലെല്ലാം പരാതി ലാൻഡ് ബോർഡ് കമ്മീഷണർക്കും എല്ലാം കൊടുത്തു. അതിനുശേഷം ഇത് മുറിക്കാൻ തുടങ്ങിയ വടശ്ശേരിക്ക് വില്ലേജ് ഓഫീസർക്കും റാന്നി തഹസിൽദാർക്കും രേഖാമൂലം പരാതി കൊടുക്കുകയും ഫോണിൽ കൂടി വിളിച്ചു പറയുകയും ചെയ്തു. പലവട്ടം അന്നേരം നോക്കാമെന്ന് പറഞ്ഞു. ഇവരെല്ലാം ഈ വ്യക്തിയോടെ കൈക്കൂലി മേടിച്ചെന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം സർക്കാരിൻ്റെ കോടികളുടെ നഷ്ടമായത് മൂലം ഈ തടി മുറിച്ച കാരണം ഈ പണം തിരിച്ചു പിടിക്കുകയും ഈ മുറിച്ച് നിയമവിരുദ്ധ പ്രവർത്തനത്തിന് കൂട്ടുന്ന ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുക്കുകയും ചെയ്യണം. ഈ ജനങ്ങൾക്കെന്ന് പറഞ്ഞാൽ അവർക്ക് പരിമിതികളുണ്ട്. റെക്കോർഡുകൾ പരിശോധിക്കാനും ഇതെല്ലാം പരിശോധിച്ചിട്ടും ഈ പരാതി എന്ന് തന്നെ പരിശോധിക്കേണ്ട ബാധ്യത കളക്ടർക്ക് താപ്പോട്ടുണ്ട്. കളക്ടർ ആയിട്ട് വലിയ അടുപ്പമാണെന്നുള്ള മട്ടിലാണ് ജനങ്ങളെ പറഞ്ഞ് ധരിപ്പിച്ചത്. കോടതിയുടെ പേപ്പർ ഉണ്ടെന്ന് പറഞ്ഞ് ഏതോ പേപ്പർ കാണിച്ചെന്ന് പറയാൻ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ കോടതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ചീറ്റി നടത്തി ആണ് ഇത്രയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തത്. ഇത് നാളെ മാതൃകാപരമായി മറ്റുള്ളവർക്കും മാതൃകാപരമായ രീതിയിൽ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ അറവുശാലയ്ക്കെതിരെ ഈ സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തിയുടെ കൈവശപ്പെടുത്തുന്നതിനെതിരെ ഞങ്ങൾ ശക്തമായി ഒന്നിച്ചേക്കും. ഇവിടെ ഒരു വയോജനങ്ങൾക്കായി ഒരു പകൽ വീടും ഒരു വായനശാലയും തുടങ്ങാൻ ഞങ്ങൾ അപേക്ഷ ചീഫ് സെക്രട്ടറിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ പഞ്ചായത്തിനും കൊടുത്തിട്ടുണ്ട്. അത് നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ഒരു ആവശ്യം. അതേപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം അറവുശാല വരണ്ടാന്ന് നമ്മൾ പല കളക്ടർക്ക് ഉൾപ്പെടെ നാട്ടുകാരെല്ലാവരും എഴുതി പരാതി കൊടുത്തിട്ട് പോലും ഇത് വീണ്ടും തുടങ്ങാനുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ശക്തമായ ഒരു പ്രതിഷേധം ഞങ്ങളുടെ എല്ലാവരുടെയും നാട്ടുകാരുടെ കൂടെ ഞാൻ ഒപ്പം ഉണ്ടാവും. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കുമെന്നാണ് അറിയാം. ഇത് തോട്ടഭൂമിയിൽ അറവുശാല പണിയാൻ ഒരു കാരണവശാലും നിയമമില്ല, ഒരു വ്യവസായം തുടങ്ങാൻ. കൂടാതെ ഇത് പരിസ്ഥിതി ലോല മേഖലയാണ്. പലർക്കും പാറമടകളോ മറ്റും ആവശ്യപ്പെട്ടുകൊണ്ട് ഇത് നിരസിച്ചിട്ടുള്ളതായിട്ട് തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ഈ തടി മുറിച്ചുകൊണ്ടിരുന്നപ്പോൾ തടി മുറിച്ചുകൊണ്ടിരുമ്പോൾ സർക്കാരിന് കോടികളുടെ നഷ്ടമുണ്ടെന്ന് ഇവിടുത്തെ വില്ലേജ് ഓഫീസറോടും തഹസിൽദാരോടും കളക്ടറോടും രേഖാമൂലം ഞാൻ അറിയിച്ചിട്ടുണ്ട്. ആയതിൻ്റെ പേരിൽ യാതൊരു നടപടി എടുത്തിട്ടില്ല. ആറിനോടടുത്താണ് ഈ ആറ്റിലെ വെള്ളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമല സീസൺ ആയി കഴിഞ്ഞാൽ അയ്യപ്പന്മാർ കുളിക്കുകയും മറ്റു നാട്ടുകാർ ഉപയോഗിക്കുകയും എല്ലാം ചെയ്യുന്നൊരു ജലാശയമാണിത്. അത്രയും നല്ല ശുദ്ധജലം കിട്ടുന്നൊരു ഏരിയ ഇല്ല. അപ്പോൾ ഈ ഒരു അറവുശാല കൊണ്ട് അത് ഭയങ്കര ദോഷം ചെയ്യും. ഒരു 20 മീറ്ററിനകത്തായിട്ടാണ് ഈ അറവുശാല ആറുമായിട്ടുള്ളത്. അപ്പം അങ്ങനെ വരുമ്പം അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഈ വെള്ളം. പിന്നെ അതുപോലെ തന്നെ മെയിൻ റോഡാണ്, റോഡിൻ്റെ തിട്ടലാണ്. അത് ഈ പറഞ്ഞ 10 മീറ്റർ വ്യത്യാസത്തിലാണ് റോഡുമായിട്ട് ഈ അറവുശാല സ്ഥിതി ചെയ്യുന്നത്. കടുവായും മറ്റുള്ള മൃഗങ്ങളും ആനയും എല്ലാത്തിൻ്റെയും മൃഗങ്ങളുടെ ഭയങ്കരമായ ശല്യമാണ് നമ്മുടെ ഈ പ്രദേശത്ത്. അപ്പോൾ ഇങ്ങനെ ഒരു അറവുശാലയും കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഒരു വർഷത്തിന് മുമ്പാണ് ഈ അറവുശാലയുമായിട്ട് ഈ പറഞ്ഞ ആളിവിടെ വന്നത്. ഞങ്ങൾ ജനങ്ങൾ ഒന്നടങ്കം
ഈ പ്രദേശത്തുള്ള വടശ്ശേരിക്കരയുടെ പല വാർഡുകളിലുള്ള ആളുകൾ ഒന്നിച്ചുകൂടി പഞ്ചായത്ത് വെച്ച് ഞങ്ങൾ 350 പേര് കൂടി അവിടെ നിവേദനം കൊടുക്കുകയും അതിനെ തുടർന്ന് അവിടെ വലിയൊരു സമ്മേളനം പോലെ കൂടി അന്ന് ആ പേപ്പറുകളെല്ലാം ലാപ്സായി അത് വിട്ടുകളഞ്ഞ കേസാണ്. വീണ്ടും ഈ പൈസയുടെ ബലത്തിൽ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ പേപ്പർ ഉണ്ടാക്കി വീണ്ടും ഈ അറവുശാല തുടങ്ങാനുള്ള പരിപാടിയുമായിട്ട് ഇറങ്ങിയേക്ക. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അവരുടെ ഭീഷണിയുടെ സ്ഥലത്ത് വരിക, എന്നെ തന്നെ കള്ളക്കേസിൽ കുടുക്കി. ഞാൻ ഇതുവരെ പോലീസ് സ്റ്റേഷൻ ആകാൻ കണ്ടിട്ടുള്ള മനുഷ്യനല്ല. എന്നെ കേസിൽ കുടുക്കി ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വന്നു. ഇത് ഈ അനധികൃതമായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത്. ഈ കാണുന്ന പ്രദേശങ്ങൾ മുഴുവൻ സർക്കാർ ഭൂമിയാണ്. ഈ സർക്കാർ ഭൂമി കൈയേറി ഇതിൽ നിന്ന് തടികളും എല്ലാം വെട്ടിവിറ്റ് ഇപ്പം അറവുശാലയും കൂടെ തുടങ്ങാൻ പറയാം. എന്ത് പ്രശ്നം ഉണ്ടായാലും ഞങ്ങൾ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിക്കും. അതിന് ഇനി ഏത് അറ്റം വരെ പോകേണ്ടി വന്നാലും ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ അധികാരപ്പെട്ട എല്ലായിടത്തും പേപ്പറുകൾ കൊടുത്തിട്ടുണ്ട്. തഹസിൽദാർക്കും കളക്ടർക്കും അതുപോലുള്ള എല്ലാവർക്കും ഞങ്ങൾ പേപ്പർ കൊടുത്തു. പക്ഷെ അവിടെ നിന്നൊന്നും ഞങ്ങൾക്കൊരു നീതി ഇതുവരെ കിട്ടുന്നില്ല. ഈ നീതി കിട്ടുന്നിടം വരെ ഞങ്ങൾ ഇതിനെ പിന്നിൽ ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ അറവുശാല വന്നു കഴിഞ്ഞാൽ നായ്ക്കട ശല്യം, പിന്നെ കടുവ ഇവിടെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട്. വന്ന് അതിനെ പിടിച്ചുകൊണ്ട് പോയതാണ്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ കൂടെ ഇതോട് തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും വലിയ പ്രശ്നങ്ങളുണ്ടാകും. കാരണം കുഞ്ഞുങ്ങൾക്ക് നടന്നു പോകാനോ കുഞ്ഞുങ്ങളെ കൊണ്ട് സ്കൂളിൽ പോകാനോ എടുക്കാനോ നടക്കാനോ ഒന്നും പറ്റാത്ത സ്ഥിതിയാണ്. അപ്പോൾ അതിനകത്ത് എന്തായാലും എന്ത് വന്നെന്ന് പറഞ്ഞാലും ഞങ്ങളതിൽ പ്രതികരിക്കും. അതിന് യാതൊരു വിധ വിട്ടുവീഴ്ചയില്ല. ഈ പാറയുടെ കിഴക്കോശം സർക്കാർ ഭൂമിയായിട്ട് തിരിച്ചിട്ടിരിക്കുന്നത്, അതിൻ്റെ രേഖ എൻ്റെ ഇതിലുണ്ട്. ഇതിനപ്പുറം തോട്ടഭൂമി, അത് പുരയുടെ ബാക്കി കൃത്രിമത്തിൽ. ഈ തോട്ടഭൂമിയിലെ യാതൊരു വ്യവസായം പറ്റത്തില്ല. അടക്കേറ്ററി പെട്ടതോ മറ്റൊരു വ്യവസായം. അതുപോലെ ഈ വടശ്ശേരി പഞ്ചായത്ത് പരിസ്ഥിതിയോട് മേഖലയാണ്, അവിടെ ഈ അറവുശാലയൊന്നും പറ്റത്തില്ല. ശക്തമായ ഒരു പ്രതിഷേധം ഞങ്ങളുടെ എല്ലാവരുടെയും നാട്ടുകാരുടെ കൂടെ ഞാൻ ഒപ്പം ഉണ്ടാവും. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കുന്നതാണ് അറിയാവുന്നത്. ഞങ്ങൾ നാട്ടുകാരെന്ന നിലയ്ക്ക് ഞങ്ങളാരും അതിനെ അനുവദിക്കത്തില്ല. അതിന് ശക്തമായിട്ട് എതിർക്കും. ഈ നീതി കിട്ടുന്നിടം വരെ ഞങ്ങൾ ഇതിനെ പിന്നിൽ ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ത് വന്നെന്ന് പറഞ്ഞാലും ഞങ്ങളതിൽ പ്രതികരിക്കും. അതിന് യാതൊരു വിധ വിട്ടുവീഴ്ചയില്ല. മസിൽ പവറും മണി പവറും പിന്നെ ഉടായ്പിൻ്റെ ഉസ്താദാണ് ഈ കക്ഷികൾ. അതുകൊണ്ടാണ് ഇത്രയും ജനങ്ങളെ പറ്റിക്കുന്നത്. ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇതിനെ എതിർക്കുമെന്നുള്ള യാതൊരു സംശയവുമില്ല.